പറഞ്ഞത് കേട്ടില്ലേ നമ്മുടെ സ്കൂളിൽ പ്രേതം ഉണ്ടെന്ന്? നീ എന്തിനാ നിനക്ക് അറിയുന്നേ? പ്രേതം ഉണ്ടെങ്കിൽ എന്റെ ചോര മുഴുവൻ ഊറ്റി കുടിക്കൂലേ? അതിന് നിന്റെ ശരീരത്തിൽ ചോര പോയിട്ട് കുറച്ച് നീര് പോലും കാണൂല. ഇനി നീ എന്തിനാ അറിയുന്നേ? എന്നെ ഇന്ന് പ്രേതം പിടിച്ചു തിന്ന് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ ബാക്കി വെച്ച പിസ്സ എല്ലാം എന്റെ അനിയത്തി ഇന്ന് തിന്ന് തീർക്കുമല്ലോ. നമുക്ക് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു നോക്കിയാലോ? അയാളല്ലേ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞേ. വാ നമുക്ക് പോയി ചോദിച്ചു നോക്കാം. വാ ചോദിക്കാം. സെക്യൂരിറ്റി, കുരുത്തം കെട്ട പിള്ളേർ എന്റെ അടുത്തേക്കാണല്ലോ. എന്താ ഉദ്ദേശം? എന്താ വേണ്ടേ? അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ചേട്ടനെ കാണാൻ സിനിമാ നടൻ സൽമാൻ ഖാന്റെ പോലെ ഉണ്ട്. അങ്ങനെ തോന്നിയോ? ചേട്ടൻ മസിലൊക്കെ വീർപ്പിച്ചിരിക്കണ കാണാൻ ശരിക്കും സൽമാൻ ഖാന്റെ പോലെ ഉണ്ട്. ഓ എന്ത് ചെയ്യാ, എന്റെ ഈ ബോഡി മസിൽസ് എന്നോടെല്ലാരും പറയാറുണ്ട് സൽമാൻ ഖാന്റെ ആരെങ്കിലും ആണോ എന്ന്. ഞാനതൊന്നും കാര്യമാക്കാറില്ല. അതല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് രാത്രി 12 മണിക്ക് ഇവിടെ ആരാ ബെല്ലടിച്ചേ? അത് ശരി, അപ്പൊ അതാണല്ലേ ഉദ്ദേശം. ഇവിടെ ആരും ബെല്ലടിച്ചിട്ടൊന്നുമില്ല. ക്ലാസ്സിൽ പോക്കോ. അയ്യേ, അപ്പൊ ചേട്ടൻ പേടിത്തോണ്ടനാ? ആരാ ബെല്ലടിച്ചെന്ന് പറയാൻ ചേട്ടന് പേടിയാ? കഷ്ടം. പേടിയോ? എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പിന്നെ ചേട്ടൻ പറ, ആരാ ബെല്ലടിച്ചേ? അത് ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ ഇവിടെ കടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്നൊരു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. നോക്കിയപ്പോ എന്റെ മുന്നിലൂടെ ഒരു കറുത്ത വസ്ത്രമായിട്ട് ഒരാൾ ഓടിപ്പോയി. ഒരു ബ്ലാക്ക് മാൻ. പിന്നീട് ഞാൻ എല്ലായിടത്തും അയാളെ നോക്കി, പക്ഷെ കണ്ടില്ല. തിരിച്ചു വന്ന് ഞാൻ സമയം നോക്കിയപ്പോൾ കൃത്യം 12 മണി. ഹൈ, ഇത് പ്രേതമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് മാൻ ആണ്. ബ്ലാക്ക് മാനോ? അതെന്താ സാധനം? അപ്പൊ നമ്മുടെ സ്കൂളിൽ പ്രേതമല്ലേ ബ്ലാക്ക് മാൻ ആണോ? അയ്യോ.